നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു സ്കാമേഴ്സിനെ തന്നെ പരിചയപ്പെടുകയാണ്. ഏവിയേറ്ററിൻ്റെ ഗെയിമിൻ്റെ പേരിൽ നടക്കുന്ന സ്കാമേഴ്സിനെയൊക്കെ കുറേയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അക്കൂട്ടത്തിൽ പുതിയ ഒരെണ്ണം കൂടി ഞാൻ പരിചയപ്പെടുത്തുവാണ്. ഇത്തവണ ടെലിഗ്രാമിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് ഞാൻ കണ്ടത്. ജുങ്കിലി ഏവിയേറ്റർ എന്നാണ് അതിൻ്റെ പേരൊക്കെ. ജുങ്കിലി, നല്ല രസമുള്ള പേരൊക്കെയാണ്. അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രഡിക്ഷൻ തരും. 102x എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ 102ൽ തന്നെ ക്രാഷ് ചെയ്യപ്പെടുന്ന, പിന്നെ അവർ ഇടുന്ന സ്ക്രീൻ റെക്കോർഡിങ്ങും സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഒരു ആപ്ലിക്കേഷൻ തന്നെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നോർത്തേൺ സൈഡിൽ നിന്നുള്ളവർ തന്നെയാണ്. ഇതിലേറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെപ്പോസിറ്റ് പറയുന്ന മിനിമം 1000 രൂപ. ഓക്കെ, അത്രയാണ് അവർ പറയുന്നത്. 300 ഉണ്ട്, പക്ഷേ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് 1000 ആണ്. ശരി, നമ്മൾ 1000 ഇടുന്നു എന്ന് വിചാരിക്കുക. 1000 ഇട്ടു. അവർ പറയുന്ന ടൈമിൽ നമ്മൾ കളിച്ചു. സ്വാഭാവികമായിട്ട് നമുക്ക് അവർ പറയുകയാണ് 56x. ഓക്കെ, അത് തന്നെ ക്രാഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ 100 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ 5600 രൂപയായി. ശരി, നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ വീണ്ടും വിഡ്രോവൽ പാനലിൽ ചെന്ന് കഴിയുമ്പോൾ പറയും, നിങ്ങൾ 1010 രൂപയ്ക്ക് ചാർജ് ചെയ്യണമെന്ന് പറയും. ശരി, നമ്മളത് ചാർജ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെ ചാർജ് ചെയ്ത് വീണ്ടും നമ്മൾ വിഡ്രോവലിന് ശ്രമിക്കുമ്പോൾ അവർ പറയും, അടുത്തൊരു മെസ്സേജ് വരും. നല്ല രസമാണ് സൈറ്റിൽ. അവർ പറയും, നിങ്ങളുടെ KYC കംപ്ലീറ്റഡ് അല്ല. KYC കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 550 രൂപയ്ക്ക് റീചാർജ് ചെയ്യണമെന്ന് പറയും. അതായത് KYC എന്ന് പറയുന്നത് നമ്മൾ ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ പ്രൂവ് ചെയ്യുന്ന സാധനമല്ലേ. നോ യുവർ കസ്റ്റമർ എന്നുള്ളതാണ് ഞാൻ പഠിച്ചേക്കുന്ന KYCയുടെ ഫുൾ ഫോം. ഇവർ പറയുന്നത് KYC ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, 555 രൂപയോ 550 രൂപയോ അങ്ങനെ കണ്ടാണ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ അറിഞ്ഞത്. അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി അതിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ പറയും, ഇതുപോലെ നിങ്ങളുടെ ബെറ്റ് എമൗണ്ട് കംപ്ലീറ്റഡ് അല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങൾ ബെറ്റ് ചെയ്യണമെന്ന് പറയും. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യും, റീചാർജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓരോന്നിനും നമ്മൾ ഫണ്ട് മുടക്കിക്കൊണ്ടേയിരിക്കും. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യമല്ല പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അവരുടെ അറിവിലേക്കാണ്. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പോയിട്ട് ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പോയിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ വിചാരിക്കും, ഇതിട്ട് കഴിഞ്ഞാൽ അത്ര എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യുമല്ലോ. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും ഇപ്പോൾ ഇടുന്ന എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, കിട്ടാനുള്ള എമൗണ്ടിന് കമ്പയർ നോക്കും. സോ പ്രോഫിറ്റ് നമുക്ക് തന്നെയാണ് എന്നൊരു അനുമാനത്തിലേക്ക് നമ്മളെത്തും. അങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊന്നും നിങ്ങൾ ചെയ്യരുത്. ഒരിക്കലും അങ്ങനെ ട്രസ്റ്റ് അല്ല എന്ന് തോന്നുന്ന ഒരു സൈറ്റിലും കൊണ്ടുപോയിട്ട് ഗെയിം കളിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ കളിച്ച് ഏൺ ചെയ്യാമെന്ന് വിചാരിക്കരുത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും നിരുത്സാഹപ്പെടുത്താറാണ് പതിവ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഏണിങ് ഉണ്ടാക്കി നിങ്ങൾക്ക് ജീവിക്കാമെന്നുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന സാധനങ്ങളെല്ലാം പക്ക തെറ്റാണ്, അല്ലെങ്കിൽ പക്ക ഫ്രോഡാണ്, അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ ATM പോയി വിട്ട്, ഞാൻ കുറേ വീഡിയോ ഉണ്ട്, ATM പോയി വിഡ്രോ ചെയ്യുന്നു, എന്നിട്ട് പറയുകയാണ് ഇത്ര രൂപ എനിക്ക് കളിച്ച് കിട്ടിയതാണ്. എവിടെ? ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പരമാവധി ആളുകൾ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കമ്മീഷനാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ മാത്രമാണ്. അല്ലാതെ ഗെയിം കളിച്ച് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഗെയിം കളിച്ച് അവരൊരിക്കലും ഈ പറഞ്ഞ 100 അല്ലെങ്കിൽ 100 എടുക്കുകയില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഇങ്ങനെയുള്ള സൈറ്റുകളുണ്ടെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യുക. ഞാനൊരു വീഡിയോ കണ്ടൻറ്റായിട്ട് ഞാൻ അതിനെ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്നതെല്ലാം പലരുടെയും എനിക്ക് അയച്ചു തന്ന സാധനങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അത് ഞാനൊന്ന് വെരിഫൈ ചെയ്യുന്നു, ഓക്കെ ആണെന്ന് കണ്ടാൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയ സ്കാമറിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.